നമസ്കാരം. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ നിലപാടിനെതിരെ നിരവധി വിമർശനങ്ങളൊക്കെ ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഇതിനെതിരെ ഇന്ത്യയുടെ നീക്കവും ശക്തമാണ്. അടുത്തിടെ പാകിസ്ഥാനുമായി തുർക്കി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ചില തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ പാകിസ്ഥാൻ അനുകൂലമായി നിലകൊള്ളുകയും ചെയ്തതാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത്. ഈ നീക്കങ്ങൾ തുർക്കിക്ക് കാര്യമായ സാമ്പത്തിക നയതന്ത്രപരമായ തിരിച്ചടികൾക്ക് കാരണമായിട്ടുമുണ്ട്. തുർക്കിയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് എത്തുന്നത്. ഇസ്താംബുളിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കുമുള്ള ഇന്ത്യക്കാരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ വിമാന കമ്പനികൾ സർവീസ് കൂട്ടുന്നതുവരെ ആലോചിച്ചിരുന്നു. എന്നാൽ അതിനിടെയാണ് എല്ലാം മാറിമറിഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ പാകിസ്ഥാൻ ഒപ്പം നിന്ന രാജ്യമാണ് തുർക്കി. പ്രസിഡന്റ് ഉർദുഗാൻ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ച ആയുധങ്ങളിൽ തുർക്കി നിർമ്മിത ഡ്രോണുകളും ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, അസർബൈജാനും പാകിസ്ഥാനും ഒപ്പം നിന്നു. ഇതോടെയാണ് കാര്യങ്ങൾ മാറിയത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞു എന്നാണ് തുർക്കി ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിലെ കണക്കും ഈ വർഷം ജൂണിലെ കണക്കുകളും പരിശോധിച്ചാൽ 37% ഇടിവുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലെ കണക്കും ഈ വർഷം മെയ്യിലെ കണക്കും പരിശോധിച്ചാൽ 24% ടൂറിസ്റ്റുകൾ കുറഞ്ഞു. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 1.4 ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം 1.6 ലക്ഷമായിരുന്നു. 15% കുറവ് വന്നു എന്നാണ് കണക്കുകൾ. കോവിഡിന് ശേഷം ഓരോ വർഷവും തുർക്കിയിലേക്കുള്ള സഞ്ചാരികൾ കൂടിയിരുന്നു. എന്നാൽ ഈ വർഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു, പ്രത്യേകിച്ച് ഏപ്രിലിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം. അതേസമയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് എർദോഗന്റെ നേതൃത്വത്തിൽ തുർക്കി ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പുതിയ സ്വാധീന ശക്തിയായി ഉയരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അടുപ്പം. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടുകളെ തുർക്കി പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഇന്ത്യയെ ചൊടിപ്പിച്ചു. കൂടാതെ പ്രതിരോധ മേഖലയിൽ ഇവർ തമ്മിലുള്ള സഹകരണവും വർദ്ധിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഈ നിലപാടുകളെ ഇന്ത്യ ശക്തമായി തന്നെ എതിർത്തു. ഇന്ത്യ പാക് അതിർത്തിയിൽ ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംഭവങ്ങളിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതോടെ ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും നയതന്ത്ര ബന്ധങ്ങൾ തണുക്കുകയും ചെയ്തു. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നത് മാത്രമല്ല, തുർക്കിക്ക് വ്യാപാര ബന്ധങ്ങളിലും ഇടിവുണ്ടായി. തുർക്കിയുടെ നിലപാട് കാരണം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിലും വിള്ളലുണ്ടായി. ഇന്ത്യയിൽ നിന്നുള്ള പല വ്യാപാര സ്ഥാപനങ്ങളും തുർക്കിയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്തു. തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഈന്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ വ്യാപാരി സംഘടനകൾ ആഹ്വാനം ചെയ്തു. അതേസമയം മറ്റൊരു രാജ്യത്തെ പിന്തുണച്ച് ഇന്ത്യയുമായി നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തുർക്കി അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തുടങ്ങി. ഈ നടപടികളിലൂടെ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് തുർക്കിക്കും പാകിസ്ഥാനും മാത്രമല്ല ലോകത്തിന് മുഴുവൻ വ്യക്തമാവുകയാണ്. പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നതിലൂടെ തുർക്കിക്ക് നഷ്ടപ്പെടുന്നത് ഇന്ത്യയുമായി വളർന്നു വരുന്ന വലിയൊരു വ്യാപാര വിനോദസഞ്ചാര സാധ്യതയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.